INS ബാസ് വികസനം ഉപേക്ഷിച്ച് 13,000 കോടി രൂപയുടെ പുതിയ ഗ്രേറ്റ് നിക്കോബാർ വിമാനത്താവളത്തിന് അനുമതി നൽകി സർക്കാർ. ഗ്രേറ്റ് നിക്കോബാറിലെ 81,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയെ ചൊല്ലി രാഷ്ട്രീയ തർക്കം മുറുകുന്നതിനിടെ നിർണായക നീക്കവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിലവിലുള്ള INS ബാസ് നാവിക വിമാനത്താവളം വികസിപ്പിക്കുന്നതിന് പകരം 13,000 കോടി രൂപ ചിലവിൽ പുതിയ ഗ്രീൻഫീൽഡ് സിവിൽ മിലിറ്ററി വിമാനത്താവളം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചു. പരിസ്ഥിതി ലോലമായ ഈ ദ്വീപിലെ 81,000 കോടി രൂപയുടെ മെഗാ വികസന പദ്ധതിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരാട്ടം രൂക്ഷമാകുന്നതിനിടെയാണ് ഈ ഒരു നീക്കം. ഗ്രേറ്റ് നിക്കോബാറിന്റെ തെക്കുകിഴക്കൻ തീരത്തുള്ള ഗലാത്തിയ ബേക്ക് സമീപമുള്ള ചിങ്കനിൽ നിർദ്ദിഷ്ട ഇരട്ട ഉപയോഗ വിമാനത്താവളം വരുമെന്നും ഇത് സിവിലിയൻ സൈനിക വ്യോമയാന ആവശ്യങ്ങൾ നിറവേറ്റുമെന്നും ഗവൺമെന്റ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ദക്ഷിണ ചൈന കടലിനെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര ചോക്ക് പോയിന്റുകളിലൊന്നായ മലാക്ക കടലിടുക്കിന്റെ പടിഞ്ഞാറൻ സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ സ്ഥലം തന്ത്രപരമായി പ്രധാനമാണ്. ആഗോള കണ്ടെയ്നർ ഗതാഗതത്തിന്റെയും ഊർജ കയറ്റുമതിയുടെയും ഗണ്യമായ പങ്ക് ഈ ജലാശയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാക്കി ദ്വീപിനെ മാറ്റുന്നു. ഈ നിർണായക വ്യാപാര പാതയിലെ വികസനങ്ങൾ നിരീക്ഷിക്കാനും അവയോട് പ്രതികരിക്കാനുമുള്ള ഇന്ത്യയുടെ കഴിവിനെ വിമാനത്താവളം ശക്തിപ്പെടുത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കാമ്പൽ ബേയിലെ ഇന്ത്യൻ നാവികസേനയുടെ INS ബാസ് എയർ സ്റ്റേഷനിലെ റൺവേ വികസിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതികളെ ഈ തീരുമാനം ഫലപ്രദമായി മാറ്റിവെക്കുന്നു. ഭൂപ്രകൃതി പരിമിതികൾ, നാവിഗേഷൻ വെല്ലുവിളികൾ, വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകത എന്നിവ കാരണം നിലവിലുള്ള 4,500 അടി റൺവേ ഏകദേശം 10,000 അടിയായി നീട്ടുന്നത് ബുദ്ധിമുട്ടാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയതായി സ്രോതസ്സുകൾ പറയുന്നുണ്ട്. റൺവേ വികസനം നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തേക്കാൾ ഗോത്രവാസ സ്ഥലങ്ങളിലും വനങ്ങളിലും വന്യജീവി ആവാസ വ്യവസ്ഥകളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉദ്യോഗസ്ഥർ നിഗമനം ചെയ്തു. പുതിയ വിമാനത്താവളം 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ സിവിലിയൻ വ്യോമയാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം നാവിക പ്രവർത്തന നിയന്ത്രണത്തിനും തുടരുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഗ്രീൻഫീൽഡ് സൈറ്റ് ഭാവിയിലെ വിപുലീകരണത്തിന് കൂടുതൽ ഇടം നൽകുന്നുവെന്നും തന്ത്രപരമായി പ്രധാനപ്പെട്ട ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഇന്ത്യയുടെ സൈനിക വ്യാപ്തി, നിരീക്ഷണ ശേഷി, ലോജിസ്റ്റിക് കാൽപ്പാടുകൾ എന്നിവ ശക്തിപ്പെടുത്തുന്നുവെന്നും ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ദ്വീപായ ഗ്രേറ്റ് നിക്കോബാർ പ്രധാന അന്താരാഷ്ട്ര കപ്പൽ പാതകൾക്ക് സമീപം തന്ത്രപരമായി പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താണ്. മലാക്ക കടലിടുക്കിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കടൽപാതയായ 6 ഡിഗ്രി ചാനലിന് സമീപമാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് അതിലൂടെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യ ഇതിനകം തന്നെ ഗണ്യമായ സൈനിക സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട്. അതിൽ INS ബാസ് തന്ത്രപരമായി നിർണായകമായ ഈ മേഖലയിൽ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയെ സംയോജിപ്പിക്കുന്ന രാജ്യത്തെ ഏക ട്രൈ സർവീസസ് കമാൻഡ് എന്നിവ ഉൾപ്പെടുന്നു. ദ്വീപുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സമുദ്ര ഗതാഗതം നിരീക്ഷിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുമെന്നും ഇൻഡോ പസഫിക്കിൽ പദ്ധതി ശക്തി വികസിപ്പിക്കുമെന്നും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തോട് പ്രതികരിക്കുമെന്നും തന്ത്രപരമായ വിദഗ്ധർ വളരെ കാലമായി വാദിക്കുന്നു. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് വികസന പദ്ധതി പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട 4 പ്രധാന അടിസ്ഥാന സൗകര്യ ഘടകങ്ങളിൽ ഒന്നാണ് ഈ വിമാനത്താവളം. ഇതിന്റെ ആകെ ചിലവ് ഏകദേശം 81,000 കോടി രൂപയായി കണക്കാക്കപ്പെടുന്നുണ്ട്. കാർഗോ ട്രാൻസ്ഷിപ്മെന്റിനായി സിംഗപ്പൂർ, കൊളംബോ തുടങ്ങിയ വിദേശ കേന്ദ്രങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ഗലാത്തിയ ബേയിൽ ഒരു ആസൂത്രിത അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ സ്ഥാപിക്കുക എന്നതാണ് പദ്ധതിയുടെ കാതൽ. ദ്വീപിനെ ഒരു പ്രധാന സമുദ്ര സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങളും ടൗൺഷിപ്പ് വികസനവും ഈ വിശാലമായ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് ഇടനാഴികളിൽ ഒന്നിലേക്കുള്ള ഗ്രേറ്റ് നിക്കോബാറിന്റെ സാമീപ്യം പ്രയോജനപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഒരു നിർണായക തന്ത്രപരമായ നിക്ഷേപമായി സർക്കാർ ഈ പദ്ധതിയെ നിരന്തരം പ്രതിരോധിച്ചു. ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾക്ക് ഈ പദ്ധതി നിർണായകമാണെന്ന് സർക്കാർ വാദിക്കുമ്പോൾ തദ്ദേശീയ സമൂഹങ്ങൾക്കുള്ള അതിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെയും പ്രത്യാഘാതങ്ങളെയും വിമർശകർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.